എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ മണിക്കുട്ടി ഇവിടെ കിടന്ന് യോഗാസനം ചെയ്യുന്നുണ്ട് കേട്ടോ. അവളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ യോഗാസനങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടൂസ് ഇവിടെ ഉണ്ടായിരുന്നു, അവൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടേക്കോ പോയി. ഉക്രപ്പൻ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 11 മണിക്ക് ഞാനും മണിക്കുട്ടിയും കൂടിയിട്ട് അവിടെ ഒരു മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു റോട്ടിൽ. അപ്പോൾ അവിടുന്ന് മീൻ മേടിക്കുമായിരുന്നു. ആ നേരത്തുണ്ട് ഉക്രൂസ് പതുക്കെ വന്നു. അപ്പോൾ അവനങ്ങനെ ഞങ്ങൾ സൂത്രത്തിൽ പോയി പിടിച്ചു. ഞാനും മണിക്കുട്ടിയും കൂടി ഉക്രൂനെയും കുട്ടൂസിനെയും അന്വേഷിച്ച് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അതാ അവിടെ റോട്ടിലൊരു മീൻകാരൻ ഇരുന്നിട്ട് മീൻ നന്നാക്കുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടി കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ ഒരു പൂച്ചയുണ്ട്, മീൻകാരൻ്റെ അപ്പുറത്തൊരു പൂച്ച ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പൂച്ചേനെ ഒന്ന് പേടിപ്പെടുത്താച്ചിട്ട് നിന്നതാണ്. അപ്പോൾ പൂച്ച അവളെ പേടിപ്പെടുത്തി. അപ്പോൾ അധികം അടുത്തേക്ക് അവൾ പോയില്ല. കണ്ട പൂച്ചയ്ക്കാണ് അയാൾ മീട്ട് കൊടുക്കണത്. ഇവൾക്കൊന്നും കിട്ടുകയും ചെയ്തില്ല. ഇവളത്രയ്ക്ക് പൂച്ചയുടെ അടുത്തേക്ക് പോയില്ല. അങ്ങനെ ഞങ്ങൾ മീൻകാരൻ്റെ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് അപ്പുറത്തുനിന്ന് കുറേ ദൂരത്തുനിന്ന് ഉക്കുറപ്പം നടന്നു വരുന്നുണ്ട്. അത് ആദ്യം കണ്ടത് മണിക്കുട്ടി തന്നെയാട്ടാ. അവളിങ്ങനെ അവർക്ക് പെട്ടെന്ന് സ്മെല്ലടിക്കാൻ പറ്റില്ല, സ്മെല്ല് കിട്ടില്ല. അപ്പോൾ മണിക്കുട്ടി ആദ്യം കണ്ടത് ഇതാ. അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഉക്കുറപ്പനെ അവിടെ കണ്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നത്. ഇതാ വാലൊക്കെ ആട്ടിന് ഒരു ഓട്ടം ഓടുക അവൾ അങ്ങോട്ട്. ഇതാ ഉക്കുറപ്പൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ ഉക്കുറപ്പ ഇതാ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവനെ അപ്പോൾ പതുക്കെ ഇങ്ങോട്ട് എങ്ങനെയാണ് വീട്ടിലേക്ക് കയറ്റുക എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വിളിച്ചപ്പോൾ അങ്ങോട്ട് വന്നു. പക്ഷെ അങ്ങോട്ട് കയറണം എന്നില്ല അവൻ കേട്ടോ. അവൻ ചിലപ്പോൾ നേരെ പോവും. നോക്കിയപ്പോൾ അവൻ അങ്ങനെ മണിക്കുട്ടിയുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ കളിച്ചും ചിരിച്ച് നിന്ന് കുറച്ച് നേരം. അപ്പുറത്ത് പൂച്ചയുണ്ട്. ആ മണിക്കുട്ടി വീണ്ടും പൂച്ചേനെ പേടിപ്പെടുത്താൻ നോക്കുകയാണ്. കടി കിട്ടിയത് അതെയാ? കടി കിട്ടിയത് നീ അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെക്ക അവിടെ കയറി കിടന്നു. കഞ്ഞി കുടിക്കാൻ പോയി. വെള്ളം ബാക്കി നടന്നൊരു തരി അത് കുടിക്കാൻ പോയി. മടലൊക്കെ കിട്ടണം, വലം വെച്ചിട്ടാ പോണേ. നോക്കട്ടെ എൻ്റെ എവിടെയൊക്കെ മുറിവ് പറ്റിയുള്ള നോക്കട്ടെ. എവിടെയൊക്കെ മുറിവുകൾ കടി കിട്ടിയതൊക്കെ നോക്കട്ടെ. പപ്പ സെർച്ച് ചെയ്യാൻ പോവാന്ന് അവന് മനസ്സിലായി. ഈ സാധനം കടിച്ചിട്ട് അവിടെ ചോര വരുന്നു. 2 ദിവസം കഴിഞ്ഞ് അടിയുണ്ടെങ്കിൽ വന്നേക്ക്. ഇന്നലെ രാത്രി പോയതാ. കളിക്കണു. ഇതുവരെ അവള് ഇങ്ങനെ ചത്ത പോലെ കിടക്കുക. ഇതുവരെ അവളിങ്ങനെ ഇളകാതെ കിടക്കുകയായിരുന്നു. അവര് വന്നപ്പോ അവൾക്കൊരു ഊർജം കിട്ടി അല്ലേ? അത് കടിച്ചോ നടക്കാൻ പറ്റില്ല. ഓക്കെ, എന്താ ഇങ്ങനെ പതുക്കെ നടക്കണത്. എന്താ പറ്റിയടാ? എന്താ ഇവിടെയൊക്കെ വേദനയുണ്ട്. പതുക്കെ നടക്കണം. കൊത്തുപോ നോക്കിയേ. ഓക്കെ, ഇവിടെയൊക്കെ പഴുത്തിരിക്കണം. ഇവിടെയൊക്കെ ചെവിമല കടി കിട്ടിയാണ്. ഇവിടെ കടി കിട്ടിയതാവും. മുറിവ് അതൊക്കെ ഉണങ്ങിയുണ്ട്. പട്ട കെട്ടിയുണ്ട്. ഇവിടെയുണ്ട്. കടി കിട്ടി തന്നെയാവും. എന്നതാ ഇവിടെ ഉണ്ടല്ലേ ഇപ്പൊ കടി കിട്ടിയ 5 കടി കിട്ടിയിട്ടുണ്ടേ. 5 കടി കിട്ടിയിട്ടുണ്ട. നോക്കട്ടെ അവിടെ നിൽക്ക്. അവിടെ നിന്നാൽ മതി. ഞാൻ നോക്കിക്കോണ്ട. കയറിയാ നോക്കാട്ടാ. എൻ്റെ മുഖത്ത് കടി കിട്ടിയിട്ടുണ്ടോ? അല്ലാതെ ക്ഷീണിച്ചിട്ട് ഞാൻ കിടത്തട്ടാ.
ഉക്രപ്പനെ എന്തിനാ കെട്ടിയിടണേന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉക്രപ്പന് കുറച്ച് കുറുമ്പ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവനെ കെട്ടിയിടുന്നത് കേട്ടോ. അവൻ ആക്ച്വലി അവൻ ഞങ്ങളുടെ വീട്ടിലല്ല, ഇവർ മൂന്നാളും ഞങ്ങളുടെ വീട്ടിലല്ല. പിന്നെ അവൻ ഇടയ്ക്ക് കുട്ടികളെയൊക്കെ ഒന്ന് ഓടിയെത്തും, അല്ലെങ്കിൽ ബൈക്കുമ്പോൾ പോണ ആൾക്കാർ ഓടിയെത്തും. അങ്ങനെയൊക്കെ ചെറിയ കുസൃതിത്തരങ്ങളുണ്ട് അവന്. അതുകൊണ്ടാണ് അവനെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ കെട്ടിയിടുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം അഴിച്ചിടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ആ മീൻകാരൻ്റെ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ അവനെ കൊടുന്ന് കെട്ടിയിട്ടപ്പോൾ അവൻ ഭയങ്കര വിഷമം അവന് കെട്ടിയിട്ടപ്പോൾ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ പകലൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വരാറില്ലല്ലോ. പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ റോട്ടിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര കരച്ചിലൊക്കെയാണ് അവൻ. മണിക്കുട്ടി വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അവനെ, എന്നിട്ടും കാര്യമൊന്നുമില്ല. അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. പിന്നെ റോട്ടിൽ കൂടെ അവൻ്റെ പുതിയ ഫ്രണ്ട്സുകളൊക്കെ പോകുന്നുണ്ട്. അവരെ കണ്ടപ്പോഴാണ് വിഷമം കൂടിയെന്ന് തോന്നുന്നുണ്ട്. മണിക്കുട്ടി നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അവൻ്റെ മുന്നേ വന്ന് നിന്നിട്ട്, അവനെ ആശ്വസിപ്പിക്കാനും അവനെ എന്താ പറയുക ഒരു നോർമലാക്കാനും വേണ്ടിയിട്ട്. അവൻ മണിക്കുട്ടീനെ അങ്ങനെ പതുക്കെ ഇങ്ങനെ തൊട്ട് ഒഴിയണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ റോട്ടിലേക്കാണ്. റോട്ടിൽ അവൻ്റെ ഫ്രണ്ട്സുകൾ പോയതൊക്കെയാണ്. മണിക്കുട്ടി കുറേ നേരമായി അവനെ സന്തോഷിപ്പിക്കാൻ നോക്കണു. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവൻ മണിക്കുട്ടീനായിട്ട് അത്ര ഒരു കമ്പനിയല്ല. മണിക്കുട്ടി കുറച്ചിട്ട് റോട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ പുതിയ ആൾക്കാർ, പുതിയ ഫ്രണ്ട്സുകൾ റോട്ടിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടിക്ക് അവരെ ഇഷ്ടമല്ല. മണിക്കുട്ടി കുറച്ചിട്ട് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. കുട്ടൂസ് വന്നിട്ടുമില്ല. കുട്ടൂസ് വന്നാൽ ചിലപ്പോൾ ഉക്രപ്പൻ്റെ കരച്ചിൽ മാറും. കാരണം കുട്ടൂസ് അവരുടെ കൂടെ നടക്കുകയാണ് റോട്ടിലെ. അതുകൊണ്ടാണ് ഉക്രപ്പൻ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഇവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. കുറച്ച് കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലും ഉണ്ട്. അപ്പോൾ ഈ 2 പീസ് എല്ലും പിന്നെ കുറച്ച് കഞ്ഞിയൊക്കെ ഇവർക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഉക്രപ്പന് കൊടുത്തു, ഞാൻ മണിക്കുട്ടിക്കും കൊടുത്തു. പക്ഷെ മണിക്കുട്ടി അത് കഴിക്കുന്നില്ല. അപ്പോഴേക്കും ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. ചെക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടൂസിനും കൊടുത്തു. അപ്പോൾ മണിക്കുട്ടി എന്ത് ചെയ്തു, അവൾ കഞ്ഞിയൊന്നും കുടിച്ചില്ല. കഞ്ഞിയിലും കുറച്ച് എല്ലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുക കേട്ടോ. അത് കൂടാതെ സെപ്പറേറ്റ് 2-3 പീസ് എല്ല് ഞാനിങ്ങനെ ചെറിയൊരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ വലിയ 2 എല്ല് അവൾ എടുത്ത് കൊണ്ടുപോയിട്ട് അവൾ ഒളിച്ചു വെച്ചു. അവൾക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവിടെ ഒരു തെങ്ങിൻ്റെ കട മാന്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വലിയൊരു എല്ല് കൊണ്ടുവച്ചിട്ട് അവൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി അതിൻ്റെ മുകളിലൊരു പപ്പായയുടെ എല്ലാം അവിടെ വീണ് കിടന്നായിരുന്നു. അതൊക്കെ എടുത്ത് മറച്ച് വെച്ച് സേഫാക്കി വെച്ചു. അത് വേറൊരു എല്ല് എടുത്തിട്ട് അപ്പുറത്തൊരു മാവിൻ്റെ ചോട്ടിലും കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ പോയി അത് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ പപ്പായയുടെ ഒരു ഇല കാണുന്നില്ല തെങ്ങിൻ്റെ കടക്കിൽ അവൾ നിൽക്കണതിൻ്റെ അടിയത്ത്, അതിൻ്റെ അടിയിലാണ് അവൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അത് മാന്തി എടുക്കുന്നുണ്ട് ഇപ്പോൾ അവൾ. പപ്പായയുടെ ഇലയൊക്കെ തണ്ടൊക്കെ മാറ്റി എല്ല് മാന്തി എടുക്കുന്നുണ്ട്. എന്തിനാ അവളിങ്ങനെ ചെയ്യണതാണ്? ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ള അതിൽ കൊടുന്ന് വെച്ചിട്ട് അവിടെ കൊടുന്ന് ഒളിച്ച് വെച്ചിട്ട് അപ്പോൾ തന്നെ അത് എടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ മണ്ണിൽ കിടന്ന് കുഴഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എടുത്തില്ല. അവൾ വീണ്ടും പുറത്തേക്ക് വന്നു ഒന്ന് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ, ചെക്കൻ വരുന്നുണ്ടോ എന്ന് നോക്കണമെന്നുണ്ട്, കുട്ടൂസ് വരുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ല, ആ എല്ലിൽ മുഴുവൻ ആ മണ്ണാണ്. ഇനിയിപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് കുടയുന്നുണ്ട് അവൾ എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ആ മണ്ണോടക്കനെ കൂടി തന്നെ അത് കഴിക്കുന്നുണ്ട് അവൾ. ഞാൻ കരുതി ഇനി അത് കഴിക്കില്ല, അന്ന് മണ്ണൊക്കെ ആയതാണ്. അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പുറത്ത് പിന്നെ ആ മാവിൻ്റെ ചോട്ടിലും ഒരെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് കഴിച്ചു കൂട്ട ഇതുപോലെ. പക്ഷെ കഞ്ഞി കുടിച്ചില്ല, എന്താ പറ്റിയാണാവോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ വീക്ഷിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.